അതാണ് മിമ്മ ആഫ അല്ലാഹു അലൈക. അള്ളാഹു നിന്റെ റബ്ബിന്റെ കൽപ്പനയിലേക്ക് നിന്നെ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ആ കൽപ്പനകളും നിന്റെ ജീവിതത്തിൽ നീ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകൽ നിന്റെ ബാധ്യതയാണ്. ഫൈഹ് എന്ന് പറഞ്ഞ യുദ്ധാർജിത മുതലോ പെണ്ണുങ്ങളോ അല്ല സഹോദരങ്ങളെ. എന്ന് ഖുർആനിൽ ഉപയോഗിച്ചത് മടക്കി തിരിച്ചു കൊണ്ടുപോവുക എന്നാണ്. നീ റബ്ബിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു നിന്നെ അവിടേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ അതുമായും നീ മുന്നോട്ട് പോകണം. ഓ പ്രവാചക, ഇതില് 1400 കൊല്ലം മുമ്പുള്ള നബിയാണോ ഞാനും നിങ്ങളുമാണോ? ഇത് വായിക്കണ്ടേ സഹോദരങ്ങളെ? ഇത് വായിച്ചിട്ടില്ലെങ്കിൽ ഈ കൗമ് ഇതന്നെയാണെന്ന് വിചാരിച്ചിരിക്കുള്ളൂ. അല്ലാതെ ഈ വരികളിലാണ് കിതാബ് അറിവ് എന്ന് നമ്മൾ വിചാരിച്ചിട്ടല്ല അത് പറയുന്നത്. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. പക്ഷെ ഇത് പറയണം. ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ കൗമ് ഈ ജഹാലത്തിൽ തന്നെ പോകും. അറിവ് എന്ന് പറയുന്നതല്ല, ഞാൻ പറഞ്ഞില്ല, പ്രപഞ്ചത്തെ വായിക്കണം, മനുഷ്യനെ വായിക്കണം, അള്ളാഹുവിനെ വായിക്കണം. ഇതാണ് അൽ കിതാബ്. അല്ലാതെ ഇത് പറയാൻ ബുദ്ധിണ്ടായിട്ടൊന്നുമല്ല എനിക്ക്. അറിവ് ഏടുകളിലാണെന്ന് വിശ്വസിക്കാൻ മാത്രം മൂഢനല്ല. അറിവ് ഏടുകളിലാണെന്ന് വിശ്വസിക്കാൻ മാത്രം മൂഢനല്ല. എഡിസൺ പേജുകളിൽ നിന്നല്ല അറിവ് കണ്ടെത്തിയത്. ന്യൂട്ടൺ പേജുകളിൽ നിന്നല്ല അറിവ് കണ്ടെത്തിയത്. കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് പേജുകളിൽ നിന്നല്ല. ഈ പ്രകൃതിയെയും പ്രപഞ്ചത്തെയും വായിച്ച മനുഷ്യരാണ് ലോകത്തിന് കൊടുത്ത അറിവുകളൊക്കെ. പിന്നെ എന്തിനിത് വായിക്കണം എന്ന് ചോദിച്ചാൽ ഒരു ജനത ഇതാണ് കിതാബെന്ന് വിചാരിച്ച് അന്ധമായി കുത്തിരിക്കുകയാണ് പാവങ്ങൾ. അതുകൊണ്ട് അവറ്റനെ ഒന്ന് കൊണ്ടുവരണ്ടേ, അതിനു വേണ്ടി വായിക്കുകയാണ്. നിങ്ങൾ ഒന്നും വിചാരിക്കണ്ട. അറിവ് ഒരു വേദത്തിലുമല്ല, ഒരു പേജിലുമല്ല അറിവ് കിടക്കുന്നത്. അറിവ് ഈ പ്രപഞ്ചത്തിലാണ്. അവിടെയാണ് അറിവ് കിടക്കുന്നത്. അവിടേക്ക് ഇറങ്ങൂ. അവിടെ നിന്ന് തുടങ്ങൂ നിങ്ങളുടെ യാത്ര. അറിവിന്റെ ഭൂമികയിൽ നിന്ന് തുടങ്ങൂ നിങ്ങളുടെ യാത്ര. അല്ലാതെ ഒന്നിനോടും നമുക്ക് പ്രത്യേകിച്ച് ആരോടൊന്നുമില്ല. പിന്നെ ഇനി പറയുന്നത് ബനാത്തി അമ്മിക്ക, അന്റെ എളാപ്പാന്റെ മക്കളെയും കെട്ടിക്കോ. എന്റെ എളാപ്പാക്ക് മക്കളെ ഏതായാലും ഇല്ല. അപ്പൊ ഈ ആയത്ത് എനിക്കല്ലേ? അതണക്കൊന്നല്ല, അത് ചെയ്യുന്ന കളഞ്ഞളാ. അപ്പൊ ഈ സൂറത്തു അഹ്സാബ് എനിക്ക് വേണോ? അതിലിപ്പോ എനിക്ക് കാര്യമായിട്ടൊരു ആയത്തും എനിക്ക് അതിലില്ല. എന്നാ അധ്യായം തന്നെ ഡിലീറ്റ് ആക്കിയാലോ? അത്രയും നല്ലത്. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതിയെ. ആ അധ്യായം തന്നെ ഡിലീറ്റ് ആക്കാം. കാരണം ഇതിപ്പോ എനിക്കല്ല. ഇത് 1400 വർഷം മുമ്പ് മരിച്ചുപോയ ഏതോ ആൾക്ക് എഴുതിയതാണിത്. ബനാത്ത് എന്ന് പറഞ്ഞാൽ നിന്റെ പരിശുദ്ധമായ നിന്റെ ആശയങ്ങളാണ്. അതാണ് ബനാത്ത്. ബന എന്ന് പറയുമ്പോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു നിർമ്മിച്ചു. ഇനി ഞാൻ പറയില്ല, അത് 2-3 വട്ടം പറഞ്ഞു. അത് ഇത് കേൾക്കണവർക്ക് പിന്നെയും പിന്നെയും പോറാ. ഒരിക്കൽ ഒന്ന് പറഞ്ഞാൽ എനിക്കെന്നെ ഞാൻ പറയണ എനിക്കെന്നെ അത് മടിയാണ്. ബന നിർമ്മിച്ചു, ബനീൻ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന അറിവുകൾ, ബനാൻ നിർമ്മിച്ചു കഴിഞ്ഞ അറിവുകൾ, ബനാ നീ നിർമ്മിച്ച നിന്റെ പരിശുദ്ധമായ അറിവുകൾ. പെൺകുട്ടികളല്ലേ? ഹാഉലായി ബനാത്തി ഹുന്ന അത്ഹറു ലക്കും. ഇതാ എന്റെ പെൺകുട്ടികൾ, അവരെ വേണമെങ്കിൽ ഉപയോഗിച്ചോ, നല്ല പെൺകുട്ടികളാണ് എന്ന് നൂഹ് പറഞ്ഞു എന്നാണ് ഇവര് പറയുന്നത്. ഇതാ എന്റെ പരിശുദ്ധമായ ആശയങ്ങൾ, അത് വേണമെങ്കിൽ നിങ്ങൾ എടുത്തുകൊള്ളൂ എന്നാണ്. അതിലാണ് നിങ്ങൾക്കുള്ള ഹക്ക്. ഖാലൂ ലഖദ് അലിംത മാ ലനാ ഫീ ബനാതിക മിൻ ഹഖിൻ. അവര് പറഞ്ഞു, നിന്റെ പരിശുദ്ധമായ ആ തത്വശാസ്ത്രത്തിലും ആ ആശയങ്ങളിലും ഞങ്ങൾക്കൊരു സത്യവുമില്ല എന്ന് നിനക്കറിയില്ലേ? അവർക്കതിന് സത്യം കണ്ടെത്താൻ കഴിയുന്നില്ല. അതാണ് അവര് പറഞ്ഞത്. ലൂത്ത് പറഞ്ഞു, എന്റെ ചിന്തകളിൽ നിന്ന് വരുന്ന പരിശുദ്ധമായ ആശയങ്ങളുണ്ട്, അത് നിങ്ങൾ എടുത്തുകൊള്ളൂ ജനങ്ങളെ എന്ന് പറഞ്ഞു. അവര് പറഞ്ഞു, ലഖദ് അലിംത, നിനക്കറിയില്ലേ, മാലന ഞങ്ങൾക്കില്ല എന്ന്, മാലന ഞങ്ങൾക്കില്ല എന്ന്, ഫീ ബനാതിക നിന്റെ ആ പരിശുദ്ധമായ ആശയങ്ങളിൽ ഞങ്ങൾക്കില്ല എന്ന് നിനക്കറിയില്ലേ, മിൻ ഹഖിൻ ഒരു ഹക്കും ഒരു സത്യവും ഞങ്ങൾക്ക് അതിൽ കണ്ടെത്താൻ കഴിയില്ല എന്ന് നിനക്കറിയില്ലേ? അപ്പൊ അതാണ് പരിശുദ്ധമായ അമ്മിക്ക, നിന്റെ ചിന്തയിൽ നിന്ന് ഉടനെ ഉരുത്തിരിഞ്ഞു വരുന്ന, ഒരൊറ്റ ശക്തിയാൽ ഉരുത്തിരിഞ്ഞു വരുന്ന നിന്റെ പരിശുദ്ധമായ അറിവുകൾ. അതാണ് അമ്മ്. പടിപടിയായിട്ടല്ല, ഒരു ശക്തിയായിക്കൊണ്ട് തന്നെ നിന്നിൽ നിന്ന് ആമായിട്ട് മൊത്തത്തിൽ ഒന്നായി വരുന്ന അറിവിന്റെ വ്യക്തതകൾ നിന്നിൽ നിന്ന് വരും. അങ്ങനെ വരുന്ന അറിവുകളിൽ നിന്ന് പരിശുദ്ധമായ അറിവുകളെയും നീ എടുത്തു പോകണം. ബനാ
വബനാത്തു അമ്മാത്തിക. നീ ഈ അറിവിന്റെ മേഖലകളിൽ ഓരോന്നും മറാഹിലുകൾ കടന്നു വരുമ്പോൾ ആ രംഗത്തൊക്കെ നിനക്ക് വ്യക്തമായി കിട്ടിയ ഓരോ അറിവുകളിലെയും പരിശുദ്ധമായ ആശയങ്ങൾ ഉണ്ടാവും. അതിനെയും നീ യാഥാർത്ഥ്യമാക്കുക. അതിന്റെ റൂട്ടൊക്കെ പിന്നെ ഞാൻ വിശദീകരിക്കാം. അപ്പൊ അതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ ഈ ആയത്ത്.